ലോസ് ആഞ്ചലസിലെ അഗ്നിബാധയിൽ 24 പേർ കൊല്ലപ്പെട്ടു. 16 പേരെ കാണാതായി. കത്തിക്കരിഞ്ഞ കെട്ടിടങ്ങളിൽ ലോകത്തെ ഏറ്റവും വിലയേറിയ കെട്ടിടങ്ങൾ പോലുമുണ്ടെന്നും ഇനിയൊരിക്കലും അത് പുതുക്കി നിർമ്മിക്കാനാവില്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വീടുകൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി. അതിശക്തമായ കാറ്റാണ് ഇപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നത്. മെക്സിക്കോയും കാനഡയും പ്രത്യേക അഗ്നിശമന സേനയെ അയക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും ഭീകരമായ അഗ്നിനാളങ്ങളെ നശിപ്പിക്കാൻ ഏത് സംവിധാനത്തിനും കഴിയില്ല എന്നാണ് അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നത്. മാത്രമല്ല, അതിശക്തമായി കാറ്റടിക്കുന്നതിനാൽ ഫയർഫോഴ്സിൻ്റെ വിമാനങ്ങൾക്ക് പറക്കാനും സാധിക്കുന്നില്ല. മണിക്കൂറിൽ 113 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ പടരുന്നത് അതിവേഗതയിലാകുന്നുമുണ്ട്. ആയതിനാൽ വീണ്ടും കുടിയൊഴിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നിബാധയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിയാണ് കാട്ടുതീ സംഹാര താണ്ഡവമാടുന്നത്. ആയിരക്കണക്കിന് വീടുകൾ കത്തിച്ചാമ്പലായി. ഒരു ഭാഗത്ത് തീ കെടുത്തി വരുമ്പോഴേക്കും മറ്റു ഭാഗങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ അഗ്നിശമന സേനയുടെ തലവൻ ഡേവിഡ് അക്കോന പറഞ്ഞത് 15,000-ലധികം കെട്ടിടങ്ങൾ തകർന്നു എന്നാണ്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇനിയും കാറ്റ് ശക്തമാവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇനിയും നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ജൂതന്മാരുടെ ആരാധനാ കേന്ദ്രമായ ബസാദീൻ 114 വർഷം പഴക്കമുള്ളതായിരുന്നു. അതും കത്തി നശിച്ചതിൽ പെടുന്നു.